നമുക്കുണ്ടാകുന്ന ആഘാതങ്ങളെ ട്രോമ എന്നാണ് പറയുന്നത്. ട്രോമ മൂലമുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡേഴ്സ് ആണ് ട്രോമ ഡിസോർഡേഴ്സ്. ഇത്തരത്തിലുള്ള 4 ട്രോമ ഡിസോർഡേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ലൈംഗിക അതിക്രമങ്ങൾ, ഗാർഹിക പീഡനം, വാഹനാപകടങ്ങൾ, ഡ്രഗ് അബ്യൂസ് എന്നീ ജീവന് ഭീഷണിയായ കാരണങ്ങൾ കൊണ്ട് PTSD രൂപം കൊള്ളുന്നു. സെക്കൻഡ് വൺ AD, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ. ഏതെങ്കിലും ട്രോമാറ്റിക് ഇവൻറ്റുമായി എക്സ്പോഷർ ഉണ്ടായതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ AD രൂപം കൊള്ളുന്നു. തേർഡ് വൺ DSED, ഡിസിൻഹിബിറ്റഡ് സോഷ്യൽ എൻഗേജ്മെൻറ്റ് ഡിസോർഡർ. ഇതൊരു ചൈൽഡ്ഹുഡ് അറ്റാച്ച്മെൻറ്റ് ഡിസോർഡർ ആണ്. സ്ട്രേഞ്ചേഴ്സിനോട് തീരെ പേടിയില്ലാത്ത അവസ്ഥയാണ് ഇതിലുണ്ടാവുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ RAD, റിയാക്റ്റീവ് അറ്റാച്ച്മെൻറ്റ് ഡിസോർഡർ. പേരൻസിൽ നിന്നും വിട്ടുനിൽക്കുന്ന കുട്ടികളാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ഈ ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാനോ ഇമോഷൻസ് മാനേജ് ചെയ്യാനോ കഴിയാതെ വരുന്നു.